ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് വീശിയടിക്കാത്ത സോഫ്റ്റ് ആൻഡ് ക്രിസ്പി പൊറോട്ടയാണ്. അതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് 2 കപ്പ് മൈദ, 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു മുട്ട, 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിലോ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യുന്നതായിരിക്കും. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് അധികമായി എണ്ണ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനായി നമ്മൾ ഇതുപോലൊരു ബൗളിൽ കുറച്ച് എണ്ണ മാറ്റി വെക്കണം. 2 ടേബിൾ സ്പൂൺ പാല്, വെള്ളം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് മൈദയിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടേബിൾ സ്പൂൺ ഉപ്പ്, ഒരു മുട്ട. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ. ഇത്രയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പാലും കുറേശ്ശെ വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പൊറോട്ടയുടെ മാവ് നമുക്ക് ചപ്പാത്തി മാവിനെക്കാട്ടിയും കുറച്ചുകൂടി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെള്ളവും വേണം. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം മിക്സായി നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. കുറച്ചുകൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് മാവ് മാറ്റിയ ശേഷം കുറച്ചുകൂടി എണ്ണ തേച്ച് മാവിനെ ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ നന്നായി കുഴച്ചെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന ഈ 2 കപ്പ് മാവിൽ ഏകദേശം നമുക്ക് മീഡിയം സൈസിൽ 6 പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവ് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ സോഫ്റ്റായി എന്ന് അറിയാൻ പറ്റും. ഇനി നമുക്കിതിനെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ മാവിലേക്കും നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പാത്രത്തിലേക്ക് വെച്ച് നനഞ്ഞ ടവലോ തുണിയോ കൊണ്ട് മൂടി വയ്ക്കാം. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നനഞ്ഞ ടവലോ തുണിയോ കൊണ്ട് മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാവ് 2 മണിക്കൂറിന് ശേഷം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ നന്നായി എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ നന്നായി പുരട്ടണം, ഇല്ലെങ്കിൽ മാവ് കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് മാവ് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവിനെ ചെറിയ പീസസ് ആക്കി മാറ്റണം. ഞാനിവിടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് പീസാക്കി മാറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പീസസ് ആക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചപ്പാത്തി മാവിൻ്റെ ബോൾസിനെക്കാട്ടിയും കുറച്ചുകൂടി വലിപ്പമുള്ള ബോൾസാണ് നമുക്കിവിടെ ആവശ്യം. അപ്പോൾ അതിനായി അതിൻ്റേതായ സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസിനെ നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായി നമ്മൾ ഓരോ പീസസും എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ പൊറോട്ട നന്നായിട്ട് വരുള്ളൂ.
എല്ലാ പീസസും നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ എണ്ണ പുരട്ടി ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ ബോൾസ് എല്ലാം ഇനി നമുക്ക് നന്നായി പരത്തിയെടുക്കണം. അപ്പോൾ അതിനായി പരത്താൻ ഉപയോഗിക്കുന്ന റോളറിലും കൗണ്ടർ ടോപ്പിലും നന്നായി എണ്ണ പുരട്ടി കൊടുക്കണം. എണ്ണ പുരട്ടുന്നത് കുറഞ്ഞു പോയാൽ നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് പിന്നെയും കൂടുതലാണ്. അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ ബോൾസ് നമുക്ക് നന്നായി പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ നന്നായി ഓയിൽ സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം മാത്രം നമ്മുടെ റോളർ ഉപയോഗിച്ച് നമ്മൾ നന്നായി പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല തിൻ ലെയറിൽ വേണം, ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് പരത്തി കിട്ടണം. അത് ഇടയ്ക്ക് കീറിപ്പോയാലും പ്രശ്നമില്ല, നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണം കിട്ടാനായിട്ട്. ഇതുപോലെ നന്നായി പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ലെയേഴ്സ് ആയിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. എത്രത്തോളം നമ്മൾ അടുക്കി അടുക്കി ലെയേഴ്സ് കട്ട് ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ പൊറോട്ടയ്ക്ക് ലെയേഴ്സ് നന്നായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ലെയേഴ്സ് എല്ലാം നമ്മൾ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇതിനെ ഇതുപോലെ നീക്കി സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. പരത്തുന്നതിന് മുന്നേ കൗണ്ടർ ടോപ്പിൽ നന്നായി എണ്ണ പുരട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസിയായി മാവ് നീക്കിക്കൊണ്ട് വരാൻ പറ്റില്ല. അത് കൗണ്ടർ ടോപ്പിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് മാവിനെ ഇതുപോലെ ചുറ്റിയെടുക്കണം. അവസാനം വരുന്ന ഈ ഭാഗം അടിയിൽ വേണം നമുക്ക് പ്രസ് ചെയ്ത് വെക്കാൻ. ഇതുപോലെ എല്ലാ ബോൾസ് പരത്തുമ്പോഴും കൗണ്ടർ ടോപ്പിലും റോളറിലും നന്നായി എണ്ണ പുരട്ടിയതിന് ശേഷം മാത്രം പരത്തണം.
ഇപ്പോൾ നമ്മളിവിടെ മാവെല്ലാം നന്നായി ചുറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ മാവെല്ലാം നന്നായി പരത്തിയെടുക്കണം. അപ്പോൾ അതിനായി റോളറിൻ്റെ ആവശ്യമില്ല. നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് തിന്നായി പോകാനും പാടില്ല, അതുപോലെ തന്നെ തിക്കായി പോകാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമ്മൾ അതിനെ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവെല്ലാം ഇവിടെ പരത്തി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാനൊക്കെ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ പൊറോട്ടയുടെ മാവ് നമുക്ക് ഇട്ട് കൊടുക്കാം. അധിക നേരം ഒരേ സൈഡ് തന്നെ നമ്മൾ പൊള്ളിക്കാൻ വെക്കാതെ മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം. രണ്ട് തവണ മറിച്ചിടുമ്പോഴും അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓയിൽ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ചൂടോടെ വേണം നമുക്ക് പൊറോട്ട അടിച്ചെടുക്കാൻ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് കൈയും ഉപയോഗിച്ച് വേണം നമുക്ക് പൊറോട്ട അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് പോലുള്ള അടിപൊളി ലെയറുകളോട് കൂടിയ ക്രിസ്പിയും സോഫ്റ്റുമായ പൊറോട്ടയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ലെയറുകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്